ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു ലെബനീസ് പോയിറ്റിനെ കുറിച്ച് കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നത് കേട്ടോ. എൻ്റെ നെക്സ്റ്റ് ബ്ലോഗ് ഖലീൽ ജിബ്രാൻ്റെ ഒരു പോയട്രിയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഖലീൽ ജിബ്രാൻ ഇപ്പോൾ ഹയർ ക്ലാസ്സസിലെ പാഠ്യപദ്ധതിയിലൊക്കെ ഉൾപ്പെട്ട ഒരു കവി തന്നെയാണ്. നമ്മൾ പ്രണയത്തിൻ്റെ പ്രവാചകൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിശ്വവിഖ്യാതനായ കവിയുടെ ജനനം എന്ന് പറയുന്നത് ലെബനോണിലെ ബെഷരി എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1833 ജാനുവരി 6 അദ്ദേഹം വിടവാങ്ങുന്നത് 1931 ഏപ്രിൽ 10. അപ്പോൾ വെറും 48 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോട് നമ്മളെല്ലാവരെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് അദ്ദേഹം യാത്രയാവുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്ന രീതിയിലുള്ള വരികളും അർത്ഥവുമുള്ള കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു പശ്ചാത്തലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും അദ്ദേഹത്തിന് നേടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു. ആ ദാരിദ്ര്യത്തിലും അദ്ദേഹം ഏകാന്തമായി ഇരുന്ന് തൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ദേവദാരു വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ ഒഴുകുന്ന പുഴകളെയും തഴുകുന്ന ഇളം കാറ്റിനെയും ഒക്കെ വളരെയധികം ആസ്വദിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പഠിക്കാനുള്ള അടങ്ങാത്ത ഒരു ത്വര അദ്ദേഹത്തിലുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അമ്മയാണ് എല്ലാം, അതായത് അമ്മ കൊടുത്ത സ്നേഹത്തിൻ്റെ ആ നനുത്ത തൂവൽ സ്പർശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നിഴലിച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കവിതകളിൽ എവിടെയോ ഇങ്ങനെ പറഞ്ഞു വെച്ചു: മാനവരാശിയുടെ ചുണ്ടത്തെ ഏറ്റവും മധുരമായ പദമാണ് അമ്മ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മ കാമില റഹ്മെ ആയിരുന്നു. സ്നേഹത്തിൻ്റെ മറ്റൊരു പര്യായം എന്നാണ് അദ്ദേഹം അമ്മയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള അമ്മമാർക്ക് അഭിമാനിക്കാവുന്ന ഒരു അഭിമാന നിമിഷമാണല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ച വരികൾ. മാനവരാശിയുടെ ചുണ്ടത്തെ ഏറ്റവും മധുരമായ ശബ്ദം, അതാണ് അമ്മ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രവാചകൻ, ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത് ഒരു ഗദ്യ കവിതകളുടെ ഒരു സമാഹാരമാണ്. അതായത് പ്രോസ് പോയട്രി എന്ന് പറയുന്ന ഗദ്യ കവിതാ വിഭാഗത്തിൽ പെടുന്ന കവിതയാണത്. ഏകദേശം 26ഓളം കവിതകൾ ചേർന്നതാണ് ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന ആ വലിയ കവിതാ സമാഹാരം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രവാചകനായിട്ടുള്ള അൽ മുസ്തഫ എന്ന് പറയുന്ന പ്രവാചകനാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളാണ് ഈ കവിത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കവി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് സ്വയം യാത്ര ചെയ്ത് ആസ്വദിക്കുക. നിങ്ങൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം പ്രണയിച്ച് ആസ്വദിച്ച് ജീവിക്കുക. ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് എപ്പോഴും പറഞ്ഞുകൊള്ളണമെന്നില്ല. അഥവാ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ളതും മനോഹരവുമായുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ ഒരുപക്ഷെ അവർ ആ സന്തോഷം അല്ലെങ്കിൽ ആ ഭംഗി ഒക്കെ ഇല്ലാതെയാക്കിയേക്കാം എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു എന്നാണ് ആ കവിതകളിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവരെ ഒരിക്കലും നമ്മൾ കൈവശപ്പെടുത്തി വെക്കാൻ ആഗ്രഹിക്കരുത്. അവരെ സ്വതന്ത്രരായി പോകാൻ അനുവദിക്കുക. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ പോകാൻ അനുവദിക്കുക. അല്ലാതെ ഒരിക്കലും നമ്മളവരെ പിടിച്ചു വയ്ക്കരുത്. കാരണം പിടിച്ചു വയ്ക്കുന്നതൊന്നും നിങ്ങളുടേതായിരുന്നില്ല എന്ന് പിൽക്കാലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ നമ്മൾ പോകാൻ അനുവദിച്ചപ്പോൾ അവർ പോയി, കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മടങ്ങി നിങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ അവർ പിന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നാണ് അദ്ദേഹം ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത് സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും ഒക്കെ ആപ്ലിക്കബിൾ ആണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ സ്പർശിക്കുന്നവയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ് നീങ്ങിയെങ്കിലും
അദ്ദേഹം നമുക്ക് വേണ്ടി കരുതി വെച്ച കവിതകൾ ഇന്നും മറയാത്ത ഒരു ഓർമ്മയായി, ഒരു സത്യമായി, ഓർമ്മ എന്ന് പറയുന്നില്ല, ഒരു റിയാലിറ്റിയായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഖലീൽ ജിബ്രാനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോൾ 10-ാം തീയതി സ്വർഗവാതിൽ ഏകാദശിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് സ്റ്റക്കായി എന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അടുത്ത് ഖലീൽ ജിബ്രാൻ്റെ ഒരു പോയട്രിയുടെ എക്സ്പ്ലനേഷനുമായി ഞാൻ ഉടനെ വരാം. അതുവരേക്കും താങ്ക് യു, ടേക്ക് കെയർ.